എല്ലാവർക്കും നമസ്കാരം. ഉച്ചയൂണിന് 5 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു തക്കാളിക്കറിയും ഒരു പൊട്ടറ്റോ ഫ്രൈയുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉച്ചയൂണ് കുശാലായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു 3 മീഡിയം പൊട്ടറ്റോസാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ രണ്ടായിട്ട് കീറി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ അരിഞ്ഞെടുത്ത പൊട്ടറ്റോസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ കഴുകിയെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പാകത്തിനുള്ള ഉപ്പ്, ഇനി ഒരു കുറച്ച് വെള്ളം, എരിവിനാവശ്യമായ മുളക് പൊടി, അതല്ലെങ്കിൽ ചതച്ച മുളക് ചേർക്കാം. മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു കളറായിരിക്കും. അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി തക്കാളി കറിക്ക് വേണ്ടിയിട്ട് 2-3 തക്കാളി കഴുകി വൃത്തിയാക്കി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത്, അതും കനം കുറച്ചരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക്, ഇതിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം എരിവുള്ള ഒരു 3-4 മുളക് നമുക്ക് അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കാരണം ടൊമാറ്റോയ്ക്കകത്തും സവാളയ്ക്കകത്തും വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വെള്ളം ഇറങ്ങും. നമുക്കിത് മൂടി വെച്ച് ഇതും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോസൊക്കെ എത്രയും വെന്തെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് വറ്റാനുണ്ട്. ഒരു 3/4 ഭാഗം വേവായാൽ മതി. ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോയും ഒന്ന് നോക്കാം എത്രയും വെന്തെന്ന്. അതും മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം. 2 ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഏറ്റവും സ്വാദിഷ്ടമായ 2 കറികളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കണ്ടില്ലേ, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നു. നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. വേറൊരു പാൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുവിധം നന്നായിട്ടൊന്ന് മൂക്കണം. അപ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടിത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തൊരു മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. ഒരല്പം കുരുമുളക് ചതച്ചതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അടിപൊളിയൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് വെള്ളം വറ്റി നല്ല ഉലർന്ന് വരും. പൊട്ടറ്റോ ഫ്രൈ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇത്. അതുപോലെ ഈ തക്കാളി കറിയും ചപ്പാത്തിക്ക് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. വേറൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് നമുക്ക്
കുറച്ച് ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണിത്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വെന്തിരിക്കുന്ന ടൊമാറ്റോ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഗ്രേവി വേണമെന്നുള്ളവർ അല്പം ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് നീട്ടിക്കൊടുക്കാം. എന്നാലും ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റി. നമുക്കിത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന 2 കറികൾ, ഒരു ടൊമാറ്റോ കറിയും പൊട്ടറ്റോ ഫ്രൈയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.